നമ്മൾ ഡാർജിലിംഗ് വിടുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് പാർക്കിംഗ് കിട്ടുക, റോഡ് സൈഡിലാണ്. എൻ്റെ അമ്മേ, ഇന്നലെ ഫുള്ള് മഴയും മഞ്ഞുമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗം തന്നെയാണ് ഫുള്ള് ചുറ്റി കണ്ടത്. എവിടെയും പോകാൻ പറ്റിയില്ല. കാഞ്ചൻജുങ്ക വ്യൂ ഉണ്ട്, അതും മഴയും മഞ്ഞും കാരണം ഇന്നലെ കണ്ടില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്താണ്, 1 കിലോമീറ്റർ ഉള്ളൂ. ഒന്ന് പോയി നോക്കട്ടെ പാർക്കിൽ. ഒന്ന് മഞ്ഞ് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പോയി നോക്കട്ടെ. വാവ്, ഇത് കണ്ടില്ലേ, ഇന്നാണ് ഡാർജിലിംഗ് സിറ്റിയുടെ ഒരു നല്ല വ്യൂ കാണുന്നത്. ഇന്നലെയൊക്കെ മഞ്ഞിൽ മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ചെറിയ കോടമഞ്ഞുണ്ട് ഒരു ഭാഗത്ത്. എന്തായാലും നമുക്ക് തൽക്കാലം ആദ്യം കാഞ്ചൻജംഗ വ്യൂ പോയിന്റിൽ പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇന്നലെ ഇവിടെ വന്നിരുന്നു. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് കാഴ്ച. വ്യൂ നോക്ക്. പക്ഷെ നമുക്ക് കാഞ്ചൻജംഗയുടെ വ്യൂ കാണാൻ പറ്റില്ല. ദൂരെ എല്ലാം മഞ്ഞ് മൂടി നിൽക്കുകയാണ്. എങ്കിലും നമുക്ക് അവിടെ സൺറൈസാണ് ആ ഭാഗത്തുനിന്ന്. ഏതായാലും ഈ വ്യൂ സൂപ്പർ. വാ, ഡാർജിലിംഗ്. ശരിക്കും എവറസ്റ്റ് കഴിഞ്ഞാൽ 3ാമത് ഏറ്റവും ഹൈറ്റുള്ള മലയാണ് കാഞ്ചൻജംഗ. നമുക്കത് അങ്ങനെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഈ റേഞ്ചിൽ എവിടെയാണ്, അത് കൃത്യം എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. വാ, ഇപ്പോൾ തിരക്കുമില്ല. എന്തായാലും നമുക്ക് നടക്കാം. ഇവിടെ സൈഡിലിരുന്ന് ഹാർമോണിയം വായിക്കുന്നത് എന്ത് നന്നായിട്ടാണെന്നറിയാം വായിക്കുന്നത്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട്. നമുക്കങ്ങനെ പോവാം വേഗം. നമ്മൾ ഓഡോമീറ്റർ 36,447, 36,447 ഇന്ന്. നമുക്കൊരു 210 കിലോമീറ്ററോളം ഓടാനുണ്ടാവും. സിക്കിമിൻ്റെ ഒരു ഭാഗം ഫുൾ കയറി നമ്മൾ അങ്ങനെ തിരിച്ച് ഇറങ്ങി ഭൂട്ടാൻ ബോർഡറിൻ്റെ അവിടെ ഇന്ന് വൈകുന്നേരം എത്തണം. എന്നിട്ട് നാളെ നമ്മൾ ഭൂട്ടാനിലേക്ക് കയറും. ഓക്കെ, നമ്മളിപ്പോൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5 ഡേറ്റ്. ഇവിടെ ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമാണ്. ഇത് എൻഡാണ്, വെസ്റ്റ് ബംഗാളിൻ്റെ എൻഡാണ് ഡാർജിലിംഗ്. ഇവിടെ ഇന്ന് ദശമിയാണ്, അതായത് എന്താ പറയുക, നവരാത്രിയുടെ സമാപ്തം. നവരാത്രി അവസാനിച്ച് ഇന്ന് വിജയദശമിയാണ്. അപ്പം അതിൻ്റെ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ രാവിലെ ആവുന്നുള്ള സമയം. അതുകൊണ്ട് നമുക്ക് വേഗം തിരക്കാവുന്നതിന് മുമ്പ് സ്ഥലം വിടാം. ഇല്ലെങ്കിൽ വന്ന പോലെ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പം, ഡാർജിലിംഗ് എത്തിയ ദിവസം 7 കിലോമീറ്റർ കിടക്കാൻ 2 മണിക്കൂറാണ് എടുത്തത്. റോഡിൽ ഫുൾ ബ്ലോക്കിൽ കിടക്കുന്നു അങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പം സിക്കിം സൈഡിലേക്കാണ് പോകുന്നത്. ആ ഭാഗത്തൊന്നും വലിയ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് പോയി നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെസ്റ്റ് ബംഗാൾ ബോർഡറിലേക്കാണ് വരിക. അപ്പം വീണ്ടും വെസ്റ്റ് ബംഗാളിൽ ഭയങ്കര ആഘോഷമാണ് വിജയദശമിയൊക്കെ. അപ്പം പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഇത് കുറച്ച് ഡേഞ്ചറസ് റോഡാണ്. അപ്പോൾ അതൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ കുഴി, അതും അമ്മാതിരി ഇറക്കം എയർപിന്നും കുഴിയും കൂടി എന്തായിരിക്കും 2 വീലറിനൊക്കെ ഈ ലഗേജ് വെച്ച്. എൻ്റെ ദൈവമേ, നോക്ക്, എയർപിൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഡേഞ്ചറസ്. ഓ, ഇങ്ങനത്തെ ഒരു ഹെയർപിൻ ഞാൻ വളഞ്ഞിട്ടില്ലേ. ഇത് കയറാനൊക്കെ എന്ത് പണിയായിരിക്കും ഈ പെട്ടിയും വെച്ചിട്ടേ വണ്ടിയിൽ. വളരെ പതുക്കെ വേണം ഇറങ്ങാൻ. പക്ഷേ ഫുൾ 20 കിലോമീറ്ററിൽ ഫുൾ നമ്മൾ ഈ
ഡാർജിലിംഗിൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് എത്തുകയാണ്. എന്നിട്ട് ഒരു പുഴയുണ്ട്, ആ പുഴ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് സിക്കിം ആട്ടോ. 21 കിലോമീറ്ററേ ഉള്ളൂ സിക്കിം ബോർഡറിലേക്ക്. ഓ പക്ഷേ അല്ലാത്ത ഇറക്കം. ഓ ഇത് നോക്ക്, ഇവിടെയുള്ള ഇറക്കം. ഇതെങ്ങനെ ഇപ്പോൾ ഇറങ്ങുക? റൈറ്റ് പിടിച്ച് ഇറങ്ങാം. റോഡും മോശമാണ്, അതാ അവസ്ഥ. എന്താ സീൻ നോക്ക്. അമ്മേ എന്താ ഭംഗി. ചായത്തോട്ടോ ഇവിടെ. ആഹാ കോട വഞ്ഞ് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. എന്ത് ഇറക്കാന്നറിയോ? കുത്തനെയുള്ള ഇറക്കാണ്, കണ്ടിന്യൂസ്. ബ്യൂട്ടിഫുൾ. കുറച്ച് ഭേദമുള്ള റോഡ് എത്തിയിട്ടുണ്ട്, എന്നാലും കണ്ടിന്യൂസ് ഇറക്കം തന്നെയാണ്. ഇപ്പോഴും കാഞ്ചൻജംഗ മഴക്കാറിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കാണാൻ കഴിയില്ല. നമുക്ക് ആ മുകളിൽ നിന്ന് കാഞ്ചൻജംഗയുടെ വ്യൂ പോയിന്റ് കാണാൻ. നമ്മളിപ്പോൾ ഇനി താഴോട്ട് ഇറങ്ങുന്നതോറും ഇനി അത് കാണില്ല, നമുക്ക് ഇനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പക്ഷെ ഈ ഭംഗി എന്താ. ആ കാണുന്നതൊക്കെ സിക്കിമാട്ടോ, അപ്പുറത്തെ മലകൾ. നമ്മൾ ഈ ഒരു ഇറക്കാൻ കഴിയുമ്പോൾ ഒരു പുഴ വരും, ആ പുഴ കടന്നാൽ സിക്കിം. ഈ രണ്ട് മലകളുടെ ഇടയിലാണ് ആ പുഴയുള്ളത്. അപ്പം ആ കാണുന്നത് സിക്കിമാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് ബംഗാൾ വിട്ട് ഇപ്പോൾ ഈ പാലം കടക്കുന്നതോടുകൂടി നമ്മൾ സിക്കിമിലേക്ക് കയറുകയാണ് കേട്ടോ. ഇത് വെസ്റ്റ് ബംഗാൾ. ഇവിടെ ഇതാ പാലം, ആ കാണുന്നത് സിക്കിം. ഇവിടെ ചെറിയ ശിവനുണ്ടല്ലോ പുഴയുടെ തീരത്ത്. ആ പുഴ കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമുണ്ട്. വാ, പ്രയർ ഫ്ലാഗ്സ്. ഇതുണ്ട് പഴയ പ്രയർ ഫ്ലാഗിൻ്റെ കളർ പോകുമ്പോൾ പുതിയത് കെട്ടിയും വരുന്നുണ്ട്. നമുക്ക് ഇടയിൽ കൂടെ പുഴ കാണാം. വാ, ഹിയർ വി ആർ ഇൻ സിക്കിം. നമ്മൾ സിക്കിമിൻ്റെ മെയിൻ ഭാഗങ്ങളിലേക്കൊന്നും പോവില്ല, കാരണം നമുക്ക് ഇന്ന് തിരിച്ച് ഭൂട്ടാൻ ബോർഡറിലെത്തണം. 6-ാം തീയതിയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം നാളെയാണ് 6-ാം തീയതി. അപ്പോൾ സിക്കിമിൻ്റെ നമ്മൾ കുറച്ച് ഭാഗം, വളരെ ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കയറി അവിടെ ഒരു ബേർഡ് സാങ്ച്വറി കണ്ട് അങ്ങനെ വീണ്ടും തിരിച്ച് ബംഗാളിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി. ബംഗാൾ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ബംഗാൾ. ഈ ഡാർജിലിങ്ങിൻ്റെയൊക്കെ മറുവശമുണ്ട്, റൈറ്റ് സൈഡ്. അപ്പുറത്തുകൂടെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങും. അതാണ് പ്ലാൻ. നമ്മൾ സിക്കിം കയറി ഏതൊക്കെയോ ഉൾവഴി കൂടെ കേട്ടോ വരുന്നത്. ശരിക്കും ഡാർജിലിംഗിൽ നിന്ന് പോകാൻ വേറൊരു മെയിൻ റോഡുണ്ട്, പക്ഷേ ദൂരം എത്രയോ കുറവ് ഇതായതുകൊണ്ടാണ് ഇതെടുത്തത്. അതുകൊണ്ടാണ് ഈ കുത്തനെയുള്ള ഇറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ദൂരം നല്ല റോഡ് കിട്ടി. പിന്നെ ഇവിടെ അതെ മഴയൊക്കെ പെയ്ത് അങ്ങനെ ഒരുമാതിരിയുള്ള അവസ്ഥയാണ് കുറേ സ്ഥലങ്ങളിൽ. എന്തായാലും പോവുക തന്നെ. ഇവിടെ മുതൽ നല്ല റോഡാണെന്ന് ഡൗട്ട്. ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വന്നു പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടിയത്തെ റോഡ് ബ്ലോക്കായിട്ട് നമുക്ക് വേറെ വഴി വരേണ്ടി വന്നു. കുറച്ച് ഭാഗം മണ്ണിടിഞ്ഞ് പോയതാ. ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ റോഡ് ഇടിഞ്ഞും പൊളിഞ്ഞും പോയിട്ടുമുണ്ട്. ചളിയുള്ള വഴി എടുക്കണോ അതോ കല്ലുള്ള വഴി എടുക്കാം, ഗ്രിപ്പ് കിട്ടും. കല്ല് നടുവ് കൂടെ പോവാം, രണ്ടും വേണ്ട. ഇവിടെ കല്ലെടുക്കാം.
ഗ്രിപ്പ് കിട്ടും ചളീനെക്കാളും. എൻ്റെ അമ്മേ, ഇവിടെയും മണ്ണിടിഞ്ഞതാ. ഓടയുണ്ടല്ലോ ചെറുതായിട്ട്. ഇനിയിപ്പോൾ എന്താണ് എൻ്റെ അമ്മേ, മലയിറക്കാം. ഇതിങ്ങനെ കയറി ഇറങ്ങി വളരെ പതുക്കേട്ടോ നമ്മൾ പോകുന്നത്. റോഡൊക്കെ നനഞ്ഞിരിക്കുക, അതുകൊണ്ട് എന്താ ഇറക്കം. ദൈവമേ, നേരത്തെ നമ്മൾ തുടങ്ങിയ പോലത്തെ ഇറക്കം. ഹെയർ പിൻ നോക്കിക്കോ. അമ്മ, അവിടെ പുഴ എന്താ ഭംഗി താഴെ. ഹെയർ പിൻ്റെ കാവൽക്കാരൻ. നമുക്ക് സിക്കിമിലെ ഏതൊക്കെയോ ഉൾഗ്രാമങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട് പോലെ എന്തൊക്കെയോ സാമ്യം തോന്നിക്കിട്ടോ. ഇവിടുത്തെ സ്കൂളാന്ന് തോന്നിട്ടോ. ഇവിടെ ഇതാണ് സ്കൂള്. ബോർഡ് കണ്ടു. ദൈവമേ, ഈ തൂക്കുപാലത്തെ കൂടെയാണ് പോകുന്നത്. നോക്ക്, പുഴ അടിയിൽ ഇരുമ്പ് പാലം, വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓ സൂപ്പർ, പോയി നോക്കാം. ഓസം. നോക്കുക, വണ്ടി വരുമ്പോൾ പാലം ബെൻഡാവുന്നത്. ഇതിപ്പോൾ വീണ്ടും വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗം എത്തിയത്. നമ്മൾ അവിടെ വെസ്റ്റ് ബംഗാൾ പോലീസിനൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ബോർഡറല്ലേ, അങ്ങനെ ഇങ്ങനെ മാറും ചിലപ്പോൾ. ഏത് കൂടെയൊക്കെയാണ് പോകുന്നത് നേരത്തെ. വാ, വെൽക്കം ടു സിക്കിം. ഇവിടെയാണ് ഒഫീഷ്യലി നമ്മളെ കൊണ്ട് എൻ്റർ ചെയ്യിപ്പിച്ചു. ഒന്നുമില്ല, വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. സിക്കിം നമ്മളിപ്പോൾ വീണ്ടും കയറുന്നു. ഏതൊക്കെയാണ് സിക്കിമിൻ്റെ കുറച്ച് ഭാഗം കയറി നമ്മൾ ഇറങ്ങി, എന്നിട്ട് ഉള്ളിൽ കൂടെയൊക്കെ ചുറ്റി വീണ്ടും ഒരു പാലം ക്രോസ് ചെയ്തപ്പോഴാണ് അവർ എൻ്റർ ചെയ്യിപ്പിച്ചത് കേട്ടോ. ഏതായാലും കൊള്ളാം. സിക്കിം. ആ കാണുന്നതാണ് ജോറെത്താങ് നഗരം. ചെറിയൊരു നഗരം കേട്ടോ സിക്കിമിലെ. നമ്മൾ ജോറെത്താങ് രാവിലെ എന്തെങ്കിലും കഴിക്കാം, ഭക്ഷണം. എന്തായാലും നല്ല രസമുണ്ട്. സിക്കിം എത്തി നമ്മൾ. ഇപ്പം തുടങ്ങിയ യാത്ര. ഇനിയിപ്പോൾ സിക്കിം, നോർത്ത് ഈസ്റ്റ് അല്ല ഭൂട്ടാനുണ്ട്. ഭൂട്ടാൻ കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ്, അത് കഴിഞ്ഞ് അങ്ങനെ വഴി തെറ്റി ആ ലെഫ്റ്റ് ആയിരുന്നു പോകേണ്ടിരുന്നത്. വഴി തെറ്റിയില്ല കേട്ടോ, തോന്നിയതാ. നമ്മൾ ഇനി അങ്ങനെ ഭൂട്ടാൻ കയറി 7 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും ബംഗാളിൽ വന്ന് കൊൽക്കത്ത പോയി, ജാർഖണ്ഡ് പോയി, ഛത്തീസ്ഗഡ് പോയി, ഒഡീഷ പോയി, ആന്ധ്ര പോയി, തെലുങ്കാന പോയി, തമിഴ്നാട് പോയി, കേരളം. യെസ്, നോക്കാം എത്ര ദിവസം എടുക്കും. സിക്കിമിൽ എത്രയാണ് പെട്രോളിന് വില? സിക്കിമിൽ 103 ഉള്ളൂ. വെസ്റ്റ് ബംഗാളിൽ 109 വരെ ഉണ്ട്. എന്ത് കള്ളന്മാരാ. സിക്കിം മലയുടെ മുകളിൽ കിടക്കുക. ഇവിടെ പെട്രോൾ എത്തിച്ചിട്ട് ഇവിടെ അവർ വില കുറച്ചിട്ടുണ്ട്. 103. ആലോചിച്ച് നോക്ക്, എവിടെ കിടക്കുന്ന ഹിമാലയത്തിൻ്റെ മുകളിൽ ഉള്ള ഒരു കുട്ടി സ്റ്റേറ്റ്. ആഹാ, ഇതേ വീണ്ടും ഒരു പാലം. നോക്കൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാന്ന് തോന്നുന്നു കണ്ടിട്ട്. നടുവത്തെ 2 പില്ലറിൽ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും ഓരോ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തതായിരിക്കും. എന്തായാലും ഹിമാലയൻ റിവേഴ്സ് അല്ലേ, നല്ല ശക്തി കാണും. അങ്ങനെ ഇതാ നമ്മൾ ഗ്രീൻ പാർക്ക് കേട്ടോ, ജോറത്താങ്ങിലെ ഗ്രീൻ പാർക്കാണിത്. ഓക്കെ, ജോറത്താങ് ടൗണ് നമ്മളെത്തി. നല്ല രസമുണ്ടല്ലോ, ഒരു കുട്ടി ടൗൺ. ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ട്രീറ്റുകളാട്ടോ, ഇതുണ്ടല്ലേ ഇടയിലിടയിൽ. ഇവിടെയാണ്, ഇവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കാം. ഇതല്ലേ അവിടെ മലകൾ, ആകാശം മൂടി നിൽക്കുക, മഴക്കാർ. നമ്മൾ ജോറത്താങ് വിടുകയാണ്. സൗത്ത് സിക്കിമിലെ ഒരു ചെറിയ ടൗൺ ആണ് ജോറത്താങ്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ ഈ സൗത്ത് സിക്കിമിലൂടെ കയറി പോവും. അവിടെ ഒരു ബേർഡ് സാങ്ച്വറിയുടെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അല്ല, സൈഡിൽ കൂടെയൊക്കെ ബൈക്ക് അങ്ങനെ ഓടിച്ച് പതുക്കെ സിക്കിം വിടാം. സിക്കിം മാത്രമേ ഉള്ളൂ, ഞാൻ സിക്കിം പോകുന്നുള്ളൂ. കാരണം ഗാങ്ടോക്ക് സൈഡൊന്നും പോകുന്നില്ല, കാരണം സമയം ഒരു പ്രശ്നമാണ് നമുക്ക്. അതുകൊണ്ട് സിക്കിമും പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു മിസോറാമൊക്കെ കുറച്ച് ദൂരെ നമ്മളങ്ങനെ ഓടുള്ളൂ. നാഗാലാൻഡും മണിപ്പൂരൊക്കെ നല്ല രീതിയിൽ ഓടും, കാരണം ഓടണം, വഴിയിലുള്ള സ്റ്റേറ്റുകളാണ്. ഇത് അത്യാവശ്യം വീതിയുള്ള റോഡ് കേട്ടോ, നല്ല റോഡ്. സിക്കിമിലെ നല്ല റോഡ് ആണ്, എന്നാലും മലയോരല്ലേ, ഇങ്ങനത്തെ കൊടികളൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, സ്വാഭാവികം. എന്തായാലും നമ്മൾ നേരത്തെ ഒക്കെ വന്നതിനേക്കാൾ എത്രയും നല്ല റോഡുകളാണ്. എന്തായാലും മഴയില്ലാത്ത നന്നായി, കാരണം എൻ്റെ റെയിൻകോട്ട് അവിടെ ഇവിടെയൊക്കെ ഓട്ടയുണ്ട്. ഇട്ടിട്ട് ഉപയോഗിച്ച് എവിടെയൊക്കെയോ ലീക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ കല്ല് ഇടിഞ്ഞ് വീഴുന്നുണ്ടല്ലോ, അപ്പം ധാരാളം വെള്ളം കയറുന്നുണ്ട് ഉള്ളിലേക്കൊക്കെ. തണുത്ത വെള്ളമാകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓടിക്കാനൊക്കെ. ഇവിടെ കണ്ടില്ലേ, പുഴ കാണാം. നമ്മൾ കുറച്ച് ദൂരമായി ഇങ്ങനെ നല്ല റോഡ് മോശം റോഡ്, നല്ല റോഡ് മോശം റോഡ് എന്നുള്ള നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 1 vehicle at a time. ഇവിടെയൊക്കെ BRO ആണോ റോഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് മോശം സെക്ഷനാണ്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ വൈസർ 2 സൈഡും പൊട്ടിക്കഴിഞ്ഞു. ഇതാ കിറ്റാം ബേർഡ് സാങ്ച്വറി, അതാണ് ഞാൻ പറഞ്ഞത്. കിറ്റാം, KITAM, എങ്ങനെ വായിക്കണമെന്ന് അറിയില്ല. അതാണല്ലേ പക്ഷികളുടെ സൗണ്ട്. കിറ്റാം ബേർഡ് സാങ്ച്വറി. വാവ്, അത് പക്ഷിയുടെ സൗണ്ടല്ല കേട്ടോ, വേറെന്തോ സൗണ്ടാണ്. എൻ്റെ ഹെൽമെറ്റ് വൈസർ ഇങ്ങനെ പൊട്ടിയത് കൊണ്ട് ഇതിനിങ്ങനെ പൊക്കി വെക്കാൻ പറ്റില്ല. അതിൻ്റെ 2 ചെറിയ ക്ലിപ്പുണ്ട്. ഒരു സൈഡത്തെ ഓൾറെഡി പൊട്ടിയിരുന്നു, ഇപ്പോൾ കുറച്ച് മുമ്പ് രണ്ടാമത്തതും പൊട്ടി. എൻ്റെ ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഉണ്ട്, അപ്പം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ടവൽ എടുത്തിട്ട് വൈസറിൻ്റെ ഹെൽമെറ്റിൻ്റെ ഇടയിൽ കയറ്റി കഴിഞ്ഞാൽ ആ വൈസർ പൊന്തി നിൽക്കും. എന്നിട്ട് കേട്ടില്ലേ സൗണ്ട്? അയ്യോ, എന്താ അറിയില്ലേ, എന്ത് സൗണ്ടാണോ ഇത്ര നേരം? ചീവീടാ ഇത്ര സൗണ്ടോ? ഹിമാലയൻ കാടല്ലേ, എന്തൊക്കെ ജീവികളുള്ളതെന്ന് ആർക്കറിയാം. എത്ര ദൂരമെന്നറിയാം ആ സൗണ്ട്? ഇവിടെയും കേൾക്കാം. പോയി, ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുക. നല്ല കാട് തന്നെ കേട്ടോ അത്. വാ,
വീണ്ടും നമ്മൾ വേറൊരു ഹൈവേയിലെത്തി. ഉള്ളിൽ കൂടെ ആ ബേർഡ് സാഞ്ചുറിയുടെ ഉള്ളിൽ കൂടെ പോയി. അല്ലേ ഇവിടെയുള്ള ടാക്സികളൊക്കെ ശ്രദ്ധിച്ചില്ല, എൻ്റെ ബോണറ്റിലെ യെല്ലോ കളറാണ്. സിക്കിം രജിസ്റ്റേർഡ് ടാക്സികൾ ബോണറ്റ് മാത്രം അധികവും യെല്ലോ കളർ കാണും. ഏത് വണ്ടിയാണെങ്കിലും, സ്കോർപ്പിയോ, താറ്, സുമോ, ചെറിയ ഓൾട്ടോ ആണെങ്കിലും എല്ലാത്തിനും ബോണറ്റിൽ ഇതുണ്ട്. ഇപ്പോൾ ഒരു സുമോ ആണ്, അതിൻ്റെ ബോണറ്റ് നോക്കിക്കോളും ഉണ്ടല്ലേ, മഞ്ഞ കളർ ഉള്ളത്. ദൂരെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ടാക്സി വണ്ടിയാണ് എന്നുള്ളത്, നമ്പർ പ്ലേറ്റ് കൂടാതെ. മഞ്ഞൊക്കെയുള്ള സ്ഥലമല്ലേ. ഓ ഇതുണ്ട്. കഴിഞ്ഞ രാത്രിയല്ല, മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ വൈകുന്നേരം വരെ നിർത്താതെ പെയ്യായിരുന്നു മഴ. അതുകൊണ്ടൊക്കെ ഈ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇടിഞ്ഞൊക്കെ കാണുന്നത്. ശരിക്കും മഴക്കാലം കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇവിടെ. നമ്മൾ പോകാൻ പോകുന്ന വഴി കേട്ടോ കാണുന്നത്. കൊള്ളാം. ഗാങ്ടോക്കൊക്കെ അങ്ങോട്ടേക്കായിരിക്കും. നമ്മൾ ഇനിയും മല കയറണം. നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 50 കിലോമീറ്ററേ ഉള്ളൂ ഗാങ്ടോക്കിലേക്ക്. പക്ഷെ നമ്മൾ ഗാങ്ടോക്കിലേക്കൊന്നും ഇത്തവണ പോകുന്നില്ല. ടൈമില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഇപ്പം തന്നെ ഇന്നത്ര ദിവസമായി എന്നറിയാം യാത്ര തുടങ്ങിയിട്ട്. 84 ദിവസം കഴിഞ്ഞു. 3.5 മാസത്തിൽ തീർക്കാമെന്നായിരുന്നു പ്ലാൻ. നോക്കാം. ഇതൊക്കെ നല്ല റോഡുകൾ കേട്ടോ. ഇങ്ങനെ മലയിറക്കമാണ്, സ്മൂത്തായിട്ട്. ഇതല്ലേ നല്ല കർവി റോഡ്. ഇവിടെ രാവിലെ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ 1-2 സ്ഥലത്ത് നോക്കി, അവിടെയൊക്കെ എന്തൊക്കെയോ പേരാണ് പറയുന്നത് ഭക്ഷണത്തിന്. മോമോ കേട്ടിട്ടുണ്ട്, പിന്നെ ചൗമീൻ കേട്ടിട്ടുണ്ട്, വേറെ 1-2 സാധനങ്ങളൊക്കെ പേര് പറഞ്ഞു. അത് മതിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് എന്താ സാധനം എന്നറിയാതെ പറഞ്ഞിട്ട് ഇതിനെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ വെച്ച് മാറി വേറെ സ്ഥലത്ത് പോയി അവസാനം റോട്ടി കിട്ടി. റോട്ടി ഉണ്ടായാലും കഴിച്ചു. റോട്ടി ഉപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ഉപ്പില്ലാതെ കഴിക്കണ്ടേ. എന്തായാലും വലിയ റിസ്ക്കുള്ള ഫുഡുകളൊന്നും ഞാൻ പരീക്ഷിക്കാറില്ല. പണ്ടും പറഞ്ഞിരുന്നു, യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അതാത് സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് കുറേ പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനത്തെ, എനിക്ക് ഒന്നാമത് ഫുഡിനോട് വലിയ ഒരു ഇതുമില്ല. വിശപ്പ് അറിയാൻ മതിയതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്വാദും വേണം. അപ്പോൾ അതാത് സ്ഥലങ്ങളിലെ ഭക്ഷണം ഞാൻ അങ്ങനെ അധികം പരീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ റിസ്ക് കുറവുള്ള ഭക്ഷണങ്ങളാണ് അധികവും കഴിച്ചിട്ടുള്ളത്. കാരണം വയറിന് എന്തെങ്കിലുമൊക്കെ പണിയായി കഴിഞ്ഞാൽ നമ്മളെ ദിവസങ്ങൾ പോകും. 3-4 ദിവസമൊക്കെ ഒരേ സ്ഥലത്ത് നിന്ന് പോകും. ഇതൊക്കെ കണ്ടില്ലേ, കല്ലുകൾ ഉരുണ്ട് വീണിരിക്കുന്നത്. അപ്പം അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു വണ്ടി സൈഡാക്കിയൊരു ഫോട്ടോ എടുത്തു. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, സിക്കിം ടൂറിസത്തിൻ്റെ. സിക്കിം ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 10-45 അത്ര കിലോമീറ്റർ എന്തോ ഓടി സിക്കിമിൽ മൊത്തം. അത്രേ ഓടിയുള്ളൂ. കാരണം പറഞ്ഞു ഓൾറെഡി. അപ്പോൾ പതുക്കെ ഇനി സിക്കിം ബോർഡർ വിട്ട് തിരിച്ച് ഭൂട്ടാൻ ബോർഡറിലേക്ക് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തണം. അതാണ് ഇന്നത്തെ പരിപാടി. വണ്ടിയുടെ ചെയിനൊന്ന് ഫുൾ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം. പറ്റിയ വൈസർ കിട്ടുമെങ്കിൽ അത് മാറ്റണം. എവിടെ നിന്നുള്ള റൈഡേഴ്സാണല്ലോ. കൂടി നമ്മൾ ഈ പ്രെയർ ഫ്ലാഗുകൾ കണ്ടുകൊണ്ട് സിക്കിമിന് വിട പറയാം. ആ പാലം കാണുന്നില്ലേ, അതാണ് തിരിച്ചു പോകാനുള്ള നമ്മളുടെ വഴി. നമുക്ക് പതുക്കെ മടങ്ങാം സിക്കിമിൽ നിന്നും.